എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പൂക്കൃഷി ചെയ്യുന്ന സ്ഥലത്തെ വിളവെടുപ്പ് കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെയൊക്കെ ചെണ്ടുമല്ലി പൂക്കൾ വളരെ മനോഹരമായി വിരിഞ്ഞിട്ടുണ്ട്. ഇവയെ രാവിലെ പറിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞങ്ങളൊരു 11:30 മണിയായപ്പോഴാണ് വിളവെടുക്കാൻ വേണ്ടി പോയത്. കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ ഓണക്കനി നിറപ്പൊലിമ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് പൂക്കൃഷി വിളവെടുക്കുന്നത്. പഞ്ചായത്തിലെ ആൾക്കാരാണ് കേട്ടോ ഇപ്പോൾ വണ്ടിയിൽ വന്നിറങ്ങിയത്. നമ്മുടെ ഈ പൂക്കൃഷി വൈസ് പ്രസിഡന്റ് എം സജിമ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ KP നാരായണൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർ ഗീത ആശംസ അർപ്പിച്ച് സംസാരിച്ചു. പത്മജ സ്വാഗതം പറഞ്ഞു. റിജിന, സീത, ശ്രീജ എന്നിവർ പങ്കെടുത്തു. വന്നപ്പാട് തന്നെ എല്ലാവരും ബാനറൊക്കെ കെട്ടി ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ജൂൺ മാസം പകുതിയോടുകൂടിയാണ് കേട്ടോ ഇവിടെ 100 തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചത്. കുറച്ച് തൈകളൊക്കെ നശിച്ചു പോയി. എന്നാലും ചെണ്ടുമല്ലി കൂടാതെ പിന്നെ വെള്ളയും റോസും വാടാർമല്ലിയും കൃഷിയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂക്കളൊക്കെ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൊമ്പുകൾ പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ പറിച്ചെടുക്കുന്നത് കൊണ്ട് അടുത്ത ദിവസവും വീണ്ടും പൂവിരികയും ചെയ്യും കേട്ടോ. എനിക്ക് കുട്ടിക്കാലം മുതലേ ചെടികളും പൂക്കളും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനും കഴിഞ്ഞ കൊല്ലം പൂക്കൃഷി ചെയ്തിരുന്നു. ഈ വീട്ടിലെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ പൂക്കൃഷി ചെയ്തത്. ഓണത്തിന് ധാരാളം പൂക്കളും കിട്ടി. കുറച്ച് പേർക്ക് എനിക്ക് കൊടുക്കാനും പറ്റി കേട്ടോ. അപ്പോൾ തന്നെ ഒരു മനസ്സിന് നല്ലൊരു സന്തോഷമായിരുന്നു. ഞാനിവിടെ ടെറസിലായിരുന്നു കേട്ടോ കൃഷി ചെയ്തത്. ധാരാളം പൂമ്പാറ്റകളും തുമ്പികളും വണ്ടുകളും ഉറുമ്പുകളും ഒക്കെ തേൻ കുടിക്കാൻ വരുമായിരുന്നു എല്ലാ ദിവസവും. കാണാൻ തന്നെ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ അത്. അന്നത്തെ എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക എന്നുള്ളതായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ടെറസിൽ താഴെ ഇറങ്ങി വരാൻ തോന്നാറേയില്ല. ചെണ്ടുമല്ലിയും വാടാർമല്ലിയും കൂടാതെ കാക്കപ്പൂവും വയലറ്റ്, വെള്ളയും, മഞ്ഞയും, ചുവപ്പും, ഓറഞ്ച് കളറിലൊക്കെയുള്ള അരിപ്പൂവും പിന്നെ ചെക്കിപ്പൂവ്, ലില്ലിപ്പൂവ്, കാശിത്തുമ്പ, പലതരം കളറുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിവിടെ. പിന്നെ കൂടാതെ 10 മണിപ്പൂക്കൾ ഉണ്ടായിരുന്നു. അത് പല കളറിലുള്ളതായിരുന്നു കേട്ടോ. ഇത്തവണ മഴയായതുകൊണ്ട് പൂക്കൃഷി ചെയ്യാനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ. ഓണം കഴിഞ്ഞതിന് ശേഷം വിരിഞ്ഞ പൂക്കളൊക്കെ ഞാൻ അന്ന് ബസ്സിൽ വയ്ക്കാൻ വേണ്ടി കൊടുത്തിരുന്നു കേട്ടോ.
അതിനടുത്തുള്ള വീട്ടിൽ നിന്ന് വെള്ളവും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് എല്ലാവരും യാത്ര ചെയ്യുന്ന കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ തോട്ടത്തിൽ ഏതുതരം പൂക്കൾ വളരുന്നുണ്ട് എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.